രേവതി നക്ഷത്രത്തിന് ഈ ശനിമാറ്റത്തിൽ കൂടെ പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഇത്ര നാളും ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല ഏറ്റക്കുറച്ചിലുകളെ ബുദ്ധിമുട്ട് അതിനെല്ലാം ഒരു വിടുതലുണ്ടായി. പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ആ സാമ്പത്തികമായിട്ടുള്ള പല ക്ലേശങ്ങളും കാര്യങ്ങളും എല്ലാം മാറി വരുന്നതാണ്. അപ്പം ഇവർ ഈ രേവതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ മീനൻ രാശിയിലാണല്ലോ. മീനൻ രാശിയിൽ ഈ രേവതിക്ക് ഏതാ ഗ്രഹങ്ങളെ ഒന്ന് നോക്കാം നമുക്ക് ആദ്യം. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ബുധനാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. ബുധൻ എന്ന കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്. ബുധനും ഇപ്പോൾ ഈ അടുത്ത ബുധൻ മാറണം. ബുധനും ആയിട്ടുള്ളത് കാര്യങ്ങൾ പുതിയ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ മനസ്സിലാകും. അതേപോലെ ഈ ചൊവ്വ ആണ് രേവതി നിന്ന ചൊവ്വ ആണ് ഇവരെ കൺട്രോൾ. ചൊവ്വ കർമ്മയാണ്. അപ്പം ചൊവ്വയുടെയായിട്ടുള്ള ദേഷ്യം, പിടിവാശി അങ്ങനെയൊക്കെ ഉള്ള ഈ ആൾക്കാർക്ക് പൊതുവെ കാണാറുണ്ട്. അപ്പോൾ വിശദമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് നോക്കാം. അപ്പം ഈ ശനിമാറ്റത്തിലൂടെ പല ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവ്, ഇതുവരെ നല്ലതായിരുന്ന ചില ആൾക്കാർക്ക് ദോഷമായിട്ട് സംഭവിക്കാം. അതേമാതിരി തിരിച്ച് ഇതുമാതിരി ദോഷഫലങ്ങളുണ്ടായിരുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടും വരാം. അപ്പം ഇപ്പം ശനി മാറുന്നത് കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലോട്ടാണ് മാറുന്നത്. പക്ഷേ മീനൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഗ്രഹമാണ്. അതായത് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. വ്യാഴം എന്ന് പറഞ്ഞാൽ ഫൈനാൻസിൻ്റെ ഗ്രഹമാണ്. കുട്ടികളെ പാറ്റിൻ്റെ അങ്ങനെയൊക്കെ ഗ്രഹമാണ്. അപ്പോൾ വ്യാഴം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പൊതുവെ മനുഷ്യൻ്റെ കഷ്ടപ്പാട്, ദുരിതങ്ങൾ എല്ലാം ഉണ്ട്. വല്ല എന്തെങ്കിലും അസുഖങ്ങളോ വന്നു അതിൻ്റെ കൂടെ പൈസയോടില്ലാതെ വന്നു കഴിയുമ്പോഴാണ് ഒരുപാട് പ്രശ്നമാണ്. അപ്പം ഈ വ്യാഴത്തിന് ചില ആൾക്കാർ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് ഈ ശനി അത്ര ഏക്കത്തില്ല. പൊതുവെ പറയുന്നതിൻ്റെ കാരണം എന്നാൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. അതേമാതിരി രണ്ടാമത്തെ ഗ്രഹം ശനിയാണ്. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഗ്രഹത്തിലോട്ടാണ് ഇപ്പം ശനി പോകുന്നത്, വ്യാഴത്തിൻ്റെ ഗ്രഹത്തിൽ. എന്ന് പറഞ്ഞാൽ ഇത് മിത്രമാണ്. അപ്പോൾ ഒരിക്കലും ഒരു മിത്രത്തെ ലോഹിക്കുകയില്ല. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ശനി വലിയ രീതിയിൽ എല്ലാവർക്കും ഉപദ്രവം ചെയ്യില്ല. എന്നാലും നമ്മൾ ഏകദേശം ഒരു ശനിയെപ്പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. 2.5 കൊല്ലമാണ് ഒരു ശനി ഒരാളുടെ ഒരു ടേണി വരുന്നത്. ഇപ്പം 7.5 ശനി എന്ന് പറഞ്ഞാൽ 7.5 വർഷമാണ്. അതായത് 2.5 വർഷം ഇൻറ്റു 3 ടേൺ വരും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശനി ഏകദേശം 3 പ്രാവശ്യം കടന്നു പോകുന്നു എന്നാണ് കണക്കാക്കുന്നത്. കാരണം ഒരു 30 വർഷം 29 അപ്രോക്സിമേറ്റ് വർഷത്തോളമാണ് ഇത് കറങ്ങുന്നത്. അപ്പം ഒരു 12 രാശികളല്ല 12 ഗോളങ്ങൾ. അപ്പം ഈ ഒരു ഗോളത്തിൽ ശനി സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ 2.5 വർഷം. അതേപോലെ വ്യാഴമാണെന്നൊരു 361 ഡേയ്സ് ഏകദേശം 1 വർഷം. അതേപോലെ രാഹു കേതുവാണ് 1.5 വർഷം. പിന്നെ ഗ്രഹങ്ങൾ ചിലപ്പോൾ സൂര്യനെ അങ്ങനെയുള്ള പല ഗ്രഹങ്ങൾ 1 മാസം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2.5 വർഷത്തെ ഇതും പിന്നെ ഇങ്ങനെയുള്ള കറങ്ങി വരുന്നത്. അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റാർ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്കൊരു ശനിയുണ്ട്. പിന്നെ ഈ ശനി കൂടാതെ ആ ശനിദശ ഓരോ ടൈമിൽ വരുമല്ലോ. അപ്പോൾ അതുകൂടാതെ നമുക്കിപ്പോൾ സപ്പോസ് വ്യാഴം കയറി വരും, ശുക്രൻ കയറി വരും. അപ്പോൾ ചിലത് ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമോ, അങ്ങനെ പല കാര്യങ്ങളും അറിയുന്ന ഇങ്ങനെയുള്ള പല ഗ്രഹങ്ങളെ നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ 7.5 ശനി ഇങ്ങനെ, അതേമാതിരി കണ്ടക ശനി 7.5 ശനി ഇങ്ങനെയാണെന്നല്ലോ. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം ചിലപ്പം ഈ ശനി വന്നു കഴിഞ്ഞാൽ വീട് വിട്ടു പോവുക, വെളിയിലത്തെ, അതായത് വെളിയിൽ പോകാനുള്ളവർക്ക് യോഗം, അങ്ങനെ ചിലപ്പോൾ വീട് പണിയാൻ, വിവാഹം നടക്കാൻ. പിന്നെ അപ്പോൾ നമ്മൾ പക്ഷേ ഒരു നാൾ നോക്കി എടുത്തിട്ട് ചെയ്യാവും കാര്യങ്ങൾ. ഏത് രീതിയിലുള്ളതാ വരുന്നതെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ നോക്കി. അതേമാതിരി ബിസിനസ് ചില ആൾക്കാർക്ക് പരാജയപ്പെടും, ചില ആൾക്കാർക്ക് പച്ച പിടിക്കും. അപ്പോൾ കൂടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ശനി പൊതുവെ വൃത്തിഹീനൻ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ആ ശനി ഭഗവാന്റെ പിക്ചർ ഇതിനകത്ത് കൊടുക്കുന്നതെന്ന് നോക്കിയാൽ അതിൻ്റെ ആ കറുത്ത ഒരു രൂപവും കാര്യങ്ങളും. അപ്പം ഇതിനൊരു സ്റ്റോറി നിങ്ങൾക്ക് ഈസിയായിട്ട് പറഞ്ഞാൽ ഇതിപ്പോൾ ജീവിതത്തിൽ മറക്കത്തില്ല. കാരണം ആ ഒരു സ്റ്റോറി, ഒരുപാട് സ്റ്റോറികളുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികാലജ്ഞാനിയായ രാവണൻ പണ്ട് ഈ എല്ലാ ഗ്രഹങ്ങളെയും തൻ്റെ ചുറ്റിനും ഇങ്ങനെ സ്ഥാപിച്ചിട്ട് അവരെ അജ്ഞാനവർത്തികളായിട്ട് നിർത്തി. അപ്പം രാവണൻ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. അപ്പം ഇവരെ അടിമകളമാതിരി ആക്കി പുള്ളിയുടെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട്, രാവണന്റെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് ചെയ്തു എന്നുള്ള കഥയാണ്. അപ്പം രാവണനെ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന മകൻ ജനിക്കാൻ പോകുന്ന സമയത്ത് അപ്പം ശനിദേവൻ എന്ത് ചെയ്തു? ശനി ഗുളികനെ സൃഷ്ടിച്ചു.
അതായത് തൻ്റെ ശരീരത്തെ ചെളി മുഴുവൻ ഉരുട്ടി ഒരു ഗുളിക രൂപത്തിലാക്കി ഈ ദുസ്ഥാനത്തെ, ഈ ഇന്ദ്രജിത്ത് ജനിച്ച ആ ദുസ്ഥാനത്തെ ഇട്ടുകൊടുത്തത്. അപ്പൊ ഈ ഗുളികന്റെ കഥ ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ, ഗുളികൻ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരപ്പം രാഹു കേതു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുളികൻ വരുമ്പോൾ നമുക്ക് ഒരുപാട് അപകടങ്ങളെ കാര്യങ്ങൾ, ഈ ഗുളികനെന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്ന മാന്തി എന്ന് പറയുന്നത്. അപ്പം കേരളത്തിൽ ഇത് കൂടുതലായിട്ട് നോക്കുന്നു, പല നോർത്ത് ഇന്ത്യ അല്ലെ തമിഴ്നാട്ടിലൊന്നും അധികം നോക്കുന്നില്ല. എന്നാലും പറഞ്ഞത് നിങ്ങളപ്പോൾ അറിഞ്ഞിരിക്കണം ഈ ഒരു കഥ. അപ്പോൾ ഈ എന്ത് ചെയ്തു, ഈ ശനി ഇതിട്ടത് രാവണന് മനസ്സിലായി. അപ്പം ഉടനെ രാവണൻ എന്ത് ചെയ്തു, രാവണന്റെ ചന്ദ്രഹാസം എടുത്തിട്ട് ശനിയെ വെട്ടുകൊണ്ടത് കാലിലാണ്. അപ്പം ഈ നമ്മുടെ പലരും ചിലപ്പം ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ കാലിന് അപകടങ്ങൾ, സ്കൂട്ടറിൽ പോയി കഴിഞ്ഞ അപകടം, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ആ സ്റ്റോറിയുമായിട്ട് റിലേഷനും ഉണ്ട്. നിങ്ങൾക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ. അതേമാതിരി കാലിന് വാദം വരുക, ശനി കൂടുതലിരിക്കുക, കാലിന് വേദന, പെരുപ്പ്, ഇങ്ങനെയൊക്കെ ഉള്ള ഈ വരാറുണ്ട്. അപ്പോൾ ഇതാണ് ശനിയുടെ. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു നാളിൻ്റെ ഇതായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഓരോ നാളുകാരെ അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ്, എങ്ങനെയൊക്കെ ഗുണം ദോഷം എങ്ങനെയാണെന്ന് ഉള്ള കാര്യങ്ങൾ പറയാം. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാലും ഈ നാളിനകത്ത് നമ്മൾ ഇതിനകത്ത് പറയുമ്പോൾ ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് പറയുന്നത്. അപ്പം പാദം നോക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കറക്റ്റ് ആയിരിക്കും, അക്യുറേറ്റ് ആയിരിക്കും. ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പാദം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയി വരികയില്ല. എന്നാലും ഒരു പരിധി വരെ ഏകദേശ കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പം നമ്മൾ ഈ ഏകദേശം ഈ ശനിമാറ്റം 2.5 വർഷത്തെയാണ്. ഏകദേശം ഒരു 6 ഗ്രഹത്തിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പം പലതും അനുകൂലമായിട്ട്, ചിലത് പ്രതികൂലമായിട്ട് വരും. അപ്പം വ്യാഴം മാറ്റം എപ്പോഴും നല്ല സമ്പത്തിന്റെ പൈസയുടെയാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ ശനിയും ഈ വ്യാഴന്റെയും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത്, അല്ലെന്നൊരു ശനി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. വ്യാഴവും കൂടെ, വ്യാഴത്തിന്റെ പോസിറ്റീവായിട്ട് ഗുണങ്ങളും ആ ശനിയുടെ ഇതും കൂടെ കൂട്ടിയാണ് പറയുന്നത്. ഈ മീനക്കൂറുകാർക്ക് ഇപ്പം ഈ ശനിമാറ്റത്തിൽ കൂടെ സാമ്പത്തികമായിട്ട് നിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകുന്നതാണ്. ഇപ്പം ഈ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുംഭത്തിൽ നിന്ന് മീനത്തിലോട്ടാണല്ലോ മാറുന്നത്. അപ്പം ഈ രാശിമാറ്റത്തോടുകൂടി പല അനുകൂലമായിട്ടുള്ള, അത് തന്നെയല്ല ഇവർക്ക് ഈ പല ഗ്രഹങ്ങളും ഇപ്പോൾ ഒന്നിച്ച് കഴിഞ്ഞ 57 വർഷമായിട്ടുണ്ടാണ് കുറേ ഗ്രഹങ്ങളെല്ലാം ഇപ്പം മീനത്തിൽ 6 ഗ്രഹത്തിക്കോളം ഇങ്ങനെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പക്ഷെ ഒരു കശപിശ അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ, ഇത്രയും ഗ്രഹങ്ങൾ ഒന്നിച്ചിരിക്കുന്നത് അതും അത്ര നല്ലതല്ല. ചില കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക അതും കൂടെ ഇരിക്കുക. അതുകൊണ്ട് കുറച്ച് കരലോടെ ഇരിക്കുക. പിന്നെ 7 ശനിയുടെ ആയിട്ടുള്ള ഈ ചെറിയ ആയിട്ടുള്ള അത് നടക്കുന്നതിൻ്റെ ആയിട്ടുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറച്ച് അനുകൂലവും പ്രതികൂലമായിട്ട് വന്നേക്കാം. എന്നാലും സാമ്പത്തികമായിട്ട് നിന്ന് ഈ വ്യാഴമാറ്റത്തോടു കൂടി സാമ്പത്തികമായിട്ട് നിന്നിരുന്ന പല പ്രശ്നങ്ങൾക്ക് ഒരു അയവരും. കാരണം ഇവർ സാമ്പത്തികമായിട്ടൊക്കെ വളരെ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന പല ഈ നക്ഷത്രക്കാർക്കും അതിൻ്റെ ആയിട്ടുള്ള ഒരു മാറ്റത്തിൽ കൂടെ, ഈ വ്യാഴമാറ്റത്തിൽ കൂടെ വളരെ കുറേ അനുകൂലമായിട്ടുള്ള സമയം വരും. അതുകൊണ്ട് വീട് പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് വെക്കാനും വീട് പണിയാനൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. അതേമാതിരി കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാനും അങ്ങനെയുള്ള പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങൾക്ക് അതേമാതിരി ബാങ്ക് ലോണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന രീതിയിൽ ചെയ്യാമുള്ള ആൾക്കാർക്ക് പൊതുവെ ഒരു നല്ല സമയമാണ്. അതേമാതിരി വിദേശത്ത് പോകേണ്ടവർക്ക് വിദേശത്ത് പോകണമെന്ന രീതിയിൽ അതിനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. അന്നേരം എന്നാൽ ഇതുമായിട്ട് ചെറിയ ബുദ്ധിമുട്ട്, അലച്ചിലും ഒക്കെ ഉണ്ടാകാനുള്ള ചെറിയ സാധ്യത കൂടുതലാണ്. ഈ ശനിയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാണും. പിന്നെ വിവാഹം നടക്കാത്തവർക്ക്, അല്ലെങ്കിൽ വിവാഹാലോചന നീണ്ടുപോയിട്ടുള്ളവർക്ക് അത് വേണമെന്നില്ല ഇപ്പം നടത്താനുള്ളതും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ട്. എന്നാൽ വിവാഹത്തുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ അലച്ചിലും ചിലവ് കൂടുകയും ഒക്കെയുള്ള ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതേമാതിരി വളരെ കാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് പോസിറ്റീവായിട്ട് എടുത്തിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളതും അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള പല ക്ലേശങ്ങളും അത് ത്രൂ മാറി വരുന്നതാണ്. അപ്പം ഒരു പുതിയ ഒരു ഉയർത്തെഴുന്നേൽപ്പുമാതിരി കാര്യങ്ങൾക്കെല്ലാം പൊതുവെ ഒരു നിന്നിരുന്ന വലിയതായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഇത് അനുകൂലമായ അതൊക്കെ മാറി കുറേ അനുകൂലമായിട്ടുള്ള സാഹചര്യം വരുന്നതാണ്. അതേമാതിരി ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകാനും ഉള്ള നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. പക്ഷെ ഒരു തൊഴിലാളികളുമായിട്ടുള്ള ക്ലേശങ്ങൾ, തൊഴിലാളികളുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് കരുതിയിരിക്കുക. പിന്നെ തൊഴിൽ തടസ്സങ്ങൾ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, സാധ്യതയുണ്ട്.
പിന്നെ കായികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും ചെറിയ ഒരുമാതിരി മെച്ചപ്പെട്ട സമയമാണ്. പിന്നെ പൊതുവേ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും. അതേമാതിരി കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. പിന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ബേക്കറി ഐറ്റംസ്, പാറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്ന് കുറച്ച് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ശരീരതായിട്ടുള്ള പ്രീതിക്കായിട്ട് കറുത്ത വസ്ത്രം ദാനം ചെയ്യുക, അല്ല നീല വസ്ത്രം ദാനം ചെയ്യുക, അതൊക്കെ നല്ലതാണ്. ശാസ്താവിനെ ഇരിക്കുന്ന ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോകുന്നത് പൊതുവെ നല്ലതാണ്. ശനിയാഴ്ച ദിവസം ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോകണമെന്നൊരു ഏറ്റവും നല്ലതാണ്. അതേമാതിരി വ്യാഴപ്രീതിക്കായിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ പഠിപ്പിക്കുക, അതേമാതിരി കുട്ടികളെ സ്ലേറ്റ്, പെൻസില്, ബാഗ് അങ്ങനെ എന്തെങ്കിലും ദാനം ചെയ്യുക. അപ്പോൾ വലിയ വിലയുടെ അല്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ദാനം ചെയ്യുക. കുട്ടികൾക്ക് ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കുക. ഇതുകൊണ്ട് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ദോഷം മാറി കാര്യങ്ങളെല്ലാം കുറേ അനുകൂലമായിട്ട് വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജാതകം മറ്റും നോക്കുക എടുക്കുക വേണമെന്നില്ല, ഇതിനകത്ത് വാട്സപ്പ് നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ ഒരു ചാർജും കാര്യങ്ങളുണ്ട്. അതുപോലെ ആരെങ്കിലും മാരേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡൗട്ടുകളൊക്കെ ഉണ്ടെന്ന് വരിയിൽ നിങ്ങൾക്കത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീസ് കൊണ്ട് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കിത്തരുന്നതാണ്. പിന്നെ ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണമെന്നൊരു ക്ലാസ്സിൽ 1.5 മാസം കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു ലിങ്ക് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ആർക്കെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കേണ്ടതായിട്ടുള്ള ആൾക്കാർക്ക് അത് പഠിക്കാം. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.